സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. റഹീസ് റഷീദിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. റഹീസ് ചെറുപ്പത്തിൽ തന്നെ പഠനകാലത്ത് തന്നെ യുവജന സമര രംഗത്തെല്ലാം സജീവമായിരുന്ന നേതാവാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റായി, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, 7 വർഷം ജില്ലാ സെക്രട്ടറിയായ നേതാവാണ്. അപ്പോൾ അനുഭവ സമ്പത്തുണ്ട്, പാഠവമുണ്ട്. അത്തരത്തിലുള്ളൊരു നേതാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെടുമ്പോൾ അത് എത്രത്തോളം വലിയൊരു നഷ്ടമാണെന്ന് നമുക്ക് വീണ്ടും പറയേണ്ടി വരികയാണ്, അല്ലേ റഹീസ്? CPM സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് അവരുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിൻ്റെ മരണം. കുറേ കാലമായി അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗം, ആ കമ്മിറ്റി യോഗം ഈ സമ്മേളന കാലയളവിലെ അവസാന കമ്മിറ്റി യോഗമായിരുന്നു. അന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് ഏറ്റുമാനൂരിൽ നിന്ന് ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വിജയിച്ച സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന VN വാസവൻ ഒഴിയുകയും താൽക്കാലിക ചുമതല അന്ന് AV റസലിന് കൈമാറുകയായിരുന്നു ചെയ്തത്. പിന്നീട് 2022 സമ്മേളനം വന്നപ്പോൾ റസലിനെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പിന്നീട് ഇക്കഴിഞ്ഞ ഒരു മാസം മുമ്പ് സമ്മേളനം നടത്തിയപ്പോഴും കോട്ടയത്തെ സംബന്ധിച്ച് മറ്റു പേരുകളൊന്നും ഉയർന്നിരുന്നില്ല. AV റസൽ തന്നെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു പേര്. ചങ്ങനാശ്ശേരിയാണ് കോട്ടയത്തെ ആലപ്പുഴയോട് മാവേലിക്കരയോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം. ഏതാണ്ട് 12 വർഷക്കാലം അവിടെ ഏരിയ സെക്രട്ടറി പദവിയിലും അദ്ദേഹം ഇരുന്നിരുന്നു. അതിനുശേഷം ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകമായ കോട്ടയത്ത് പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ എല്ലാ കാലത്തും പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയായി കോട്ടയത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാന വൈസ് പ്രസിഡന്റായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്ന് യുവജന രാഷ്ട്രീയത്തിലൂടെ തിളങ്ങി പാർട്ടിയെ കോട്ടയത്ത് നയിച്ച അമരക്കാരൻ്റെ ഒരു വിയോഗം പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നു, സമ്മേളന കാലയളവ് കഴിഞ്ഞു, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി പാർട്ടിയെ സംബന്ധിച്ച് കോട്ടയത്ത് ഏറ്റവും നല്ലൊരു സംഘാടകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ, സ്വാഭാവികമായും വർഷങ്ങളോളം കോട്ടയത്ത് CPM നയിച്ചത് VN വാസവൻ മന്ത്രിസഭയിലേക്ക് വന്നപ്പോൾ അവിടെ പാർട്ടിയെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റ സമയത്തൊക്കെ നിർണായകമായ പങ്കുവച്ചു വഹിച്ച ഒരു നേതാവാണ്. പാലയിൽ പല തവണ UDF LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നു കഴിഞ്ഞ് പാലാ നഗരസഭാ ഭരണം അടക്കമുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ കേരള കോൺഗ്രസും CPM തമ്മിലുണ്ടായപ്പോൾ അവിടെ അനുരഞ്ജനത്തിൻ്റെ ശൈലിയിൽ VN വാസവൻ എങ്ങനെയാണോ അവിടെ അനുരഞ്ജനത്തിൻ്റെ ഒരു രീതിയിൽ പോയത്, ആ രീതിയിൽ തന്നെ പോയി മുന്നണി ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഏറ്റവും അവസാനം ജോസ് കെ മാണിക്ക് ലോക്സഭാ അംഗത്വം കൊടുക്കുന്ന കാര്യത്തിൽ CPM വീണ്ടും വിചാരമുണ്ടായപ്പോൾ അതങ്ങനെയല്ല, കേരള കോൺഗ്രസ് എം കൂടെ നിൽക്കുന്നത് നമുക്ക് ഗുണമാകുമെന്ന് പാർട്ടി കമ്മിറ്റിയിൽ കൃത്യമായി വാദിച്ചു. പ്രത്യേകിച്ച് കോട്ടയമാണ് കേരള കോൺഗ്രസിൻ്റെ തട്ടകം. അവിടെ പാർട്ടിക്ക് ഇവരുള്ളത് കൊണ്ട് ഗുണമുണ്ടാകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്തണം എന്ന് നിലപാടെടുത്ത ആളാണ്. പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ ബിഷപ്പിന് അനുകൂലമായി നിലപാടെടുത്ത് ആ ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തിയ നേതാവ്. ആ തരത്തിൽ നോക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് AV റസലിൻ്റെ വിയോഗം അപ്രതീക്ഷിതമാണ്. റഹീസ്, പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പോൾ കോട്ടയം ജില്ലയിലെ LDFിനെ സംബന്ധിച്ചു പോലും സുശക്തമായി നയിച്ച് സംഘടനാ വൈഭവം പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മുന്നണിയെ സംബന്ധിച്ചും ഒരു പാർട്ടിയെ സംബന്ധിച്ചുമൊക്കെ അടിത്തട്ടിൽ അത് തൊഴിലാളികളെ ചേർത്തു നിർത്തി പ്രവർത്തിക്കാനും ഒരു മുന്നണിയെ തന്നെ മുന്നിട്ട് നിർത്താനുമെല്ലാം പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ കൂടി നഷ്ടമാവുകയാണ്. അതാണ്, താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് CPM കോട്ടയത്തെ അമരത്തെത്തിയ നേതാവായിരുന്നു AV റസൽ. അദ്ദേഹം ചങ്ങനാശ്ശേരി അർബൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവിയിൽ വരെ ഇരുന്ന് അവിടെ നിന്ന് പടിപടിയായി SFIയിലൂടെ വളർന്ന് DYFIയിലേക്ക് വന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന് അതിനുശേഷം DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലെത്തി. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലെത്തി. അതിനുശേഷം കോട്ടയം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നത്. ഔദ്യോഗിക ചേരിയുടെ ഭാഗം
ഭാഗമായി നിന്ന് VN വാസവൻ്റെ തണലായി തന്നെ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത ഒരു നേട്ടമുണ്ടാക്കാൻ, പ്രത്യേകിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ പോലും ഒരു നേട്ടമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞു, CPMന് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ നേതൃനിരയിൽ നിന്ന ഒരു നേതാവെന്ന നിലയിൽ CPMന് മാത്രമല്ല LDFന് ഒന്നാകെ AV റസലിൻ്റെ വിയോഗം നഷ്ടമാണ് എന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. നോക്കൂ റഷീദ്, ഈ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരിക്കുക, 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷത്തോളം ജില്ലാ കമ്മിറ്റിയിലും അംഗമായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു അനുഭവ പാഠവം ഈ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം വന്നു തുടങ്ങിയിട്ടുണ്ടോ?